மனம் விட்டு என்னை தொட்டு நீயே வந்தாய். என் கண்ணீரே என் கண்ணீரே, மழையாய் அன்று பிழையாய் இன்று நின்றாய் நின்றாய் பெண்ணே. இசையாய் அன்று கசையாய் இன்று கொன்றாய் கொன்றாய் பெண்ணே. താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നേ? റോഡിൽ. എന്റെ കാലുളുക്കിയെന്നാ തോന്നുന്നേ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താൻ എന്നെ ഇടിച്ചിട്ടിട്ടും തനിക്കൊരു കുലുക്കും ഇല്ലല്ലോ. സോറി പറയടോ. റോഹൻ മൽഹോത്രയ്ക്ക് ആരോടും സോറി പറഞ്ഞിട്ട് ശീലമില്ല. അത് എന്റെ അന്തസ്സിന് ചേർന്ന പരിപാടിയല്ല. അപ്പോൾ ആളുകളെ ഇടിച്ചു തെറിപ്പിക്കുന്നതാണല്ലേ തന്റെ അന്തസ്സിന് ചേർന്ന പരിപാടി? മൈൻഡ് യുവർ വേർഡ്സ്. എന്താ മോളെ, എന്താ പ്രശ്നം? അത് ചേട്ടാ, ഇയാൾ എന്നെ ഇടിച്ചിട്ടു എന്നിട്ട് ഒരു സോറി പോലും പറയുന്നില്ല. അതിന് ഞാനെന്തിനു സോറി പറയണം? ഇവളെ എന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടിക്കയറി നിന്നത്. അയ്യാടാ, ഞാൻ സീബ്ര ക്രോസിംഗിലൂടെ വരുന്നത്, അത് താൻ കണ്ടില്ലേ? കോട്ടും സ്യൂട്ടിട്ട് രാവിലെ തന്നെ മനുഷ്യന്റെ വെക്കിട്ട് കയറി ഇറങ്ങിയതാണ് താൻ. മോളെ, മോള് സമയം കളയാതെ കോളേജിൽ കയറിക്കോ. ഇവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. കോട്ടും സ്യൂട്ടും ഓടി കാറും താൻ നഷ്ടപരിഹാരം തന്നിട്ട് പോയാൽ മതി. നോൺസെൻസ്. ഈ റോഹൻ മൽഹോത്ര ആരാണെന്ന് അവൾക്കറിയില്ല. ഇനി എന്റെ മുമ്പിൽ വന്ന് പെട്ടാൽ നീ തീർന്നു മോളെ. എന്റെ മൂട് കളഞ്ഞിട്ട് അവളിരുന്ന് സുഖിക്കുന്നുണ്ടാവും. ഡാമിറ്റ്. സർ, എന്തു പറ്റി? അറിഞ്ഞാൽ താൻ ശരിയാക്കി തരോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ താൻ അറിയുന്നേ? സോറി സർ. കാലമാണ്. രാവിലെ തന്നെ എന്റെ മനസ്സമാധാനം കഴിഞ്ഞു. എന്റെ കൈമുട്ടാകും മുറിഞ്ഞു. ഉറക്കം തൂങ്ങിയിട്ട് വണ്ടി ഓടിച്ചിട്ട് എന്നെ ഇടിച്ചിട്ട് എന്നിട്ട് സോറി വരെ പറഞ്ഞില്ല ആ കണാരെ. ആ കണാരെ എന്റെ മുമ്പിലേക്ക് വരട്ടെ. നേരത്തെ എനിക്ക് കോളേജിൽ എത്തേണ്ടോണ്ടാണ്. അല്ലെങ്കിൽ ആ കണാരിനെ കൊണ്ട് ഞാൻ ഇക്ഷ എണ്ണ വരപ്പിക്കുകയായിരുന്നു. ടീച്ചർ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? അത് ഓർക്കാൻ തന്നെ എനിക്ക് വയ്യ. അപ്പോൾ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടല്ലോ. ആ, രാവിലെ തന്നെ ഒരു കാറ് ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്നെ ഇടിച്ചിട്ടു. എന്നിട്ട് ടീച്ചർക്ക് എന്തെങ്കിലും പറ്റിയോ? കാര്യമായി ഒന്നും പറ്റിയില്ല, പക്ഷെ എന്റെ കൈ മുറിഞ്ഞു. അയാൾക്ക് നല്ല അഹങ്കാരം, ഒരു സോറി വരെ പറഞ്ഞില്ല. അതെന്തേ? പണമുള്ളതിന്റെ അഹങ്കാരമായിരിക്കും. പണമുള്ളവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാമെന്നായി. ഇനി അയാൾ എന്റെ മുമ്പിൽ വന്ന് പെട്ടാൽ ഒരടിയെങ്കിലും എനിക്ക് കൊടുക്കണം. എന്നാൽ ഞാനും ഉണ്ടാവും ടീച്ചറെ കൂടെ. അല്ല ടീച്ചറെ, ടീച്ചർ എന്താ ലീവ് എടുക്കാഞ്ഞേ? ഞാൻ നാളെ ലീവ് എടുക്കും. സമ പറഞ്ഞതാണ് ഇന്ന് ലീവ് എടുത്ത് ഓളെ കൂടെ നിൽക്കാൻ. ഞാൻ പറഞ്ഞു നാളെ വരാമെന്ന്. നാളെ മുതൽ ഓളെ വീട്ടിൽ തന്നെ ആയിരിക്കും ഞാൻ. ആകെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. എന്നാൽ ടീച്ചറെ, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് ഈ അവർ ക്ലാസ് ഉണ്ട്. ശരി ടീച്ചറെ. ഇഷു പറഞ്ഞതാ നാളെ മുതൽ ലീവ് എടുക്കാമെന്ന്. എന്നിട്ടോ ഇപ്പൊ ഞാനിവിടെ പോസ്റ്റ്. മര്യാദക്ക് അവള് പറഞ്ഞതനുസരിച്ചാ മതിയായിരുന്നു. റയാനാണല്ലോ. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു.
ഹലോ റയാൻ. ഹലോ സമൃദ്ധി, താനിന്ന് ലീവാണെന്നല്ലേ പറഞ്ഞേ? നമുക്കൊന്ന് ഇവിടെയൊക്കെ കറങ്ങിയിട്ട് വന്നാലോ? പിന്നെ റോഹനും വന്നിട്ടുണ്ട്, അവനെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. താനിപ്പോൾ വിളിച്ചത് നന്നായി. ശരിക്കും റയാൻ, ഞാൻ ഇവിടെ നിന്ന് ബോറടിച്ച് ചത്തേനെ. താൻ റെഡിയായിട്ട് വിളിക്ക്, ഞാൻ പിക്ക് ചെയ്യാൻ വരാം. ഓക്കെ റയാൻ, ബൈ. വാ, എന്നാ നമുക്ക് പോയാലോ? യെസ്. റയാൻ, ആള് നമ്മൾ എങ്ങോട്ടാ പോണേ? റോഹനെ കാണാൻ. അവനെവിടെയാണുള്ളേ? നീ വർക്ക് ചെയ്ത കോളേജില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആയ ഒരു ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് ഉണ്ടായിട്ടില്ലേ? നിനക്കറിയോ? ആ, അറിയാം. ആ ബിൽഡിംഗ് റോഹൻ വാങ്ങി. അവനിവിടെ അവന്റെ ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. അവനിപ്പോൾ അവിടെ ഉണ്ടാവും. നമ്മൾക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോയാലോ? ആ, ഓക്കെ. എന്നാ റയാൻ, നമുക്ക് എന്റെ കോളേജിലും കൂടി ഒന്ന് കയറിയാലോ? ഇഷികയെ ഒന്ന് കാണാൻ. അതിനെന്താ, റോഹനെ കണ്ടിട്ട് നമുക്ക് ഇഷികയെ കാണാൻ പോകാം. ആ, ഇതാണ് ബിൽഡിംഗ്. എങ്ങനെയുണ്ട്? ഈ ബിൽഡിംഗ് ഞാൻ എപ്പോഴും കാണുന്നതല്ലേ? ഓ, അത് ശരിയാണല്ലേ. നീ ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും കണ്ടില്ലല്ലോ. ഇല്ല. വൗ റയാൻ, ശരിക്കും കേരളയിലൊക്കെ ഉള്ള ബിസിനസ് സ്ഥാപനം മാതിരിയുണ്ട്. നീ എന്റെ ബിസിനസ് സ്ഥാപനമൊന്നും കണ്ടിട്ടില്ലല്ലോ. മുംബൈയിലേക്ക് വാ, ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ്. ആ, അല്ല റയാൻ, താനല്ലേ പറഞ്ഞേ ഈ ബിൽഡിംഗ് ഇന്ന് വാങ്ങിയതാണെന്ന്? ബട്ട് ഇത്രയും വേഗം എങ്ങനെ ഈ ഫർണിച്ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തേ? അതാണ് റോഹൻ. ഹി ഹാവ് നോ ടൈം ടു വേസ്റ്റ്. എല്ലാം പെട്ടെന്ന് തന്നെ നടത്തും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ എത്ര വർക്കേഴ്സ് ആണ് ഇവിടെ ഉള്ളതെന്ന്. ബ്രോ, ഏടത്തി, നിങ്ങൾ എത്തിയിട്ട് കുറെ നേരമായോ? ഇല്ലടാ, കുറച്ചു സമയമേ ആയുള്ളൂ. ഹായ് ഏട്ടത്തി, നമ്മൾ ആദ്യമായാണ് കാണുന്നത്. എങ്ങനെയുണ്ട് ഏട്ടത്തി എന്റെ ന്യൂ ബിസിനസ് എൻഡിയർ? സൂപ്പർ ടാ. ഇപ്പോൾ നിനക്ക് നിന്റെ ഏട്ടത്തിയെ മതിയല്ലേ? ഞാൻ ഔട്ട്. ബ്രോ എന്റെ മുക്കല്ലേ? ബ്രോ ഏട്ടത്തിയെയും കൊണ്ട് ഡേറ്റിങ്ങിന് ഇറങ്ങിയതാണോ? ആ, ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം ഇവിടെ ഫ്രണ്ടിനെയും കൂടി ഒന്ന് മീറ്റ് ചെയ്യാൻ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, സമയം ആയില്ലല്ലോ. എന്നാൽ ഞങ്ങൾ ഇറങ്ങിയിട്ടേടാ. ആ ബ്രോ. എന്നാൽ ശരി റോഹൻ, പിന്നെ കാണാം. ആ ഏട്ടത്തി, പിന്നെ കാണാം. ഇഷികയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. ഞാൻ എത്തുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവൾക്ക് ഈ അവള് ക്ലാസ് ഉണ്ടാവൂലേ? ഇല്ല, ഇപ്പോൾ അവൾ വെറുതെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ബോറടിക്കുന്നുണ്ടാവും. ഇഷു, സമു, റയാൻ, നിങ്ങൾ എന്താ ഇവിടെ? നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ആ വഴിക്ക് നിന്നെയും കാണുമെന്ന് കരുതി. ഇതെന്താ പറ്റി ഇഷു? അതൊന്നും പറയണ്ട സമു. എന്നിട്ട് നിന്നോട് അയാൾ സോറി പറഞ്ഞില്ലേ? അത് അയാളുടെ അന്തസ്സിന് ഭംഗം വരുത്തും പോലും. അത്രയ്ക്ക് അഹങ്കാരോ? ഞാൻ കുറച്ചുകൂടി ആ കണാരനോട് പറയണമെന്ന് വിചാരിച്ചതാണ്. അല്ലേ തന്നെ ലേറ്റ് ആയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ സമയം വേസ്റ്റാക്കണ്ട എന്ന് കരുതി വേഗം അവിടെ നിന്ന് പോയി. വർണ്ണ വന്ന് എനിക്ക് മുറിവിന് മരുന്ന് വെച്ച് തന്നു. ഇന്ന് ഈശോ, നീ നാളെ രാവിലെ തന്നെ എന്റെ വീട്ടിലേക്ക് എത്തിക്കൊള്ളണം. എന്നിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ മേഡം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. നിന്നെ മിസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. ബൈ, പോയിട്ട് വരാം. ആ സമു, ബൈ. എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാ ഇഷിക, പിന്നെ കാണാം. ഓക്കെ അറിയാൻ, പിന്നെ കാണാം. നിങ്ങൾ ഭയങ്കര കൂട്ടാണല്ലേ? ആ, എനിക്ക് 3ാം ക്ലാസ് തൊട്ട് അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ.
എനിക്കും അങ്ങനെ തന്നെ. മാരേജ് കഴിഞ്ഞ് ഞാൻ മുംബൈയിലേക്ക് പോകുമ്പോൾ പാരന്റ്സിനെക്കാളും ഞാൻ ഇഷികയായിരിക്കും മിസ് ചെയ്യുക. അത്രയ്ക്ക് നിങ്ങൾ തമ്മിൽ ബോണ്ട് ഉണ്ടോ? റയാൻ, ഡെക്കറേഷൻസ് ഒക്കെ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് അവർ ഇനി വന്നില്ലല്ലോ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കണ്ടേ മനുഷ്യ. എന്താ അവർ പറഞ്ഞ രവിയേട്ടാ? അവർക്ക് ഇന്ന് വരാൻ പറ്റില്ലെന്ന്. എന്ത്? പിന്നെ നാളെ വന്നിട്ട് എന്താ കാര്യം? നാളെ അല്ലേ എൻഗേജ്മെന്റ്? അയാളുടെ അമ്മയ്ക്ക് സുഖമില്ല പോലും. ഇനിയിപ്പോൾ എങ്ങനെയാ ഒരു ഡെക്കറേറ്ററെ ഒപ്പിക്കുക? ആന്റി, ഡെക്കറേറ്റ് ചെയ്യേണ്ട സാധനമൊക്കെ ഇവിടെ ഇല്ലേ? ഉണ്ട്. എന്നാൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്താൽ മതിയോ? അതിന് ഇഷികയ്ക്ക് അതൊക്കെ അറിയോ? കുറച്ചൊക്കെ അറിയാം. പിന്നെ അറിയാത്തത് കിട്ടാനാണോ ഇത്ര പണി? ഇന്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ പോരെ? അത് ശരിയാ, ഞാനും ഉണ്ട് ഇഷികേച്ചി സഹായിക്കാൻ. എന്നാൽ അങ്ങനെ ആവട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. അങ്കിൾ. ഓക്കെ അച്ഛ. അമ്മേ, നാളെ ഞാൻ ഇടേണ്ട ഡ്രസ് റയാന്റെ കയ്യിലല്ലേ ഉള്ളത്? അത് ശരിയാണല്ലോ. ഞാൻ എന്നാ റയാനോട് അത് കൊണ്ടുതരാൻ പറയട്ടെ. അത് ഇനി ചുരുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അന്ന് ആ ഡ്രസ് വാങ്ങിച്ചപ്പോൾ പെർഫെക്റ്റ് തന്നെ ആയിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ നീ പോയി മോനോട് വിളിച്ചു പറ. അമ്മേ. ഹലോ റയാൻ. എന്താ സമൃദ്ധി വിളിച്ചേ? അത് റയാൻ, എനിക്ക് നാളെ ഇടേണ്ട ഡ്രസ് തന്റെ കയ്യിലല്ലേ ഉള്ളേ? ഓ, അക്കാര്യം ഞാൻ മറന്നു. ഞാനത് ഇന്ന് തന്നെ അവിടെ എത്തിക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് ബിസിയിലാണ്. ഞാൻ റോഹനോട് പറയാം. ഓക്കെ. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. എന്നാൽ ശരി റയാൻ. ബൈ. റോഹൻ, നീ ഇപ്പോൾ ഫ്രീ ആണോ? ബ്രോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത് നാളെ സമൃദ്ധിക്ക് ഇടേണ്ട ഡ്രസ്സാണ്. മമ്മ പറഞ്ഞിട്ടാണ് ഇത് ഇവിടെ തന്നെ വെച്ചത്. നീ ഒന്ന് സമൃദ്ധിക്ക് കൊണ്ടു കൊടുക്കോ? എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ബ്രോ, ഞാൻ നിനക്ക് ലൊക്കേഷൻ വാട്സപ്പ് ചെയ്യാം. റോഹൻ എത്തേണ്ട സമയമായല്ലോ. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? അത് അമ്മ, റയാന്റെ അനിയൻ റോഹനാണ് ഡ്രസ്സും കൊണ്ട് വരുന്നത്. അവൻ ആദ്യമായല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്, വഴി അറിയില്ലല്ലോ. സോ റയാൻ എന്നോട് പുറത്ത് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. ഓ, റോഹനാണോ വരുന്നേ? എന്നാൽ ഞാൻ കുടിക്കാൻ വേണ്ടി എന്തെങ്കിലും ആക്കി വെക്കട്ടെ. അമ്മേ. സമു, ഈ പ്ലാസ്റ്റിക് പൂ തന്നെ യൂസ് ചെയ്യണോ? വേറെ ഡെക്കറേറ്റ് ചെയ്യാനില്ലല്ലോ. പിന്നെ ഒറിജിനൽ തന്നെ വാങ്ങിയാൽ നാളെ ആവുമ്പോഴത്തേക്ക് വാടി ഒരു വകയാവും. എന്നാലും ഒറിജിനൽ പൂവാണ് നല്ലത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതെങ്കിലും കിട്ടിയില്ലേ? എന്നാൽ ഞാൻ പോയി ഇത് ഫിറ്റ് ചെയ്യട്ടെ. നിന്റെ അനിയൻ അവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആടി. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളു നോക്കും. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്ന ഏട്ടത്തി. വാ, അകത്തേക്ക് കയറും. ഇല്ല ഏട്ടത്തി, നാളെ കയറാം. അത് പറഞ്ഞാൽ പറ്റില്ല. നീ ആദ്യമായല്ലേ വരുന്നത്, കയറിയിട്ട് പോയാൽ മതി. ഓക്കെ. അമ്മ, അച്ഛ, ഇതാ റോഹൻ വന്നു. നീ ഇരിക്ക് റോഹൻ. ഓ, മോൻ എത്തിയോ? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ, ഒന്നും വേണ്ട ആന്റി, ഞാൻ വേഗം ഇറങ്ങും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. മോൻ ആദ്യമായല്ലേ വരുന്നത്, ഏതെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി. മോൻ ഇവിടെ ബിസിനസ് തുടങ്ങുന്നുണ്ടല്ലേ? അതെ അങ്കിൾ. അച്ഛ, ഇതാരാ? റോഹൻ റയാന്റെ ബ്രദറാണ്. ഹായ് ബ്രോ, ഞാൻ സമൃദ്ധിയുടെ അനിയനാണ്. ഹായ്. എടാ, നീ അവളെ ഒറ്റക്കാക്കി ഇവിടെ വന്നോ? അത് ചേച്ചി തന്നെയാ പറഞ്ഞേ, ഇനി ചേച്ചിക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ എന്ന്. ഇതാ മോനെ കോഫി. ഞാനിപ്പോൾ വരാം. അമ്മേ, ഞാൻ ഈ ഡ്രസ് ഒന്നുകൂടി ഒന്ന് ഇട്ടോക്കട്ടെ? വേഗം പോയി ഇട്ട് നോക്കിയിട്ട് വാ.
എടാ അപ്പു, നീ അങ്കിളിനോട് നേരത്തെ വാങ്ങിയ പൂവ് ഇവിടെ വെച്ചതെന്ന് ചോദിക്ക്. ആ ചേച്ചി. ചോദിച്ചാൽ മാത്രം പോരാ, അതിങ്ങോട്ട് എടുത്തിട്ട് വരണം. ആ ഓക്കെ ചേച്ചി. ഇനി എന്റെ ആവശ്യം വലുതുമുണ്ടോ ചേച്ചി? ഇല്ലടാ, നീ പോയിക്കോ. ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. रब्बावे रब्बावे हो रब्बावे रब्बावे